ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എഡിലിം അക്കാഡമി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്ലാസ് ലാബിലൂടെ നടക്കുന്ന റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ച് കൃത്യമായി പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ്പെറിക്കൽ ലെൻസസിനെ കുറിച്ച് നോക്കാം. ഒരു ലൈറ്റ് ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നും ലെൻസിന്റെ അനാറ്റമി, 3 ഗോൾഡൻ റേ റൂൾസ്, കോൺകേവ് കോൺവെക്സ് മിറേഴ്സിൽ ഓരോ റേ ഡയഗ്രാമും നമുക്ക് കൃത്യമായി വരച്ച് പഠിക്കാം. സ്റ്റെപ്പായി തന്നെ പഠിക്കാം. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് 3 ടോപ്പിക്സ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ടോപ്പിക് റിഫ്രാക്ഷൻ ബൈ സ്പെറിക്കൽ ലെൻസസ്. പിന്നെ ഈ സ്പെറിക്കൽ ലെൻസസിൻ്റെ തന്നെ ഇമേജ് ഫോർമേഷൻ, എവിടേക്കാണ് അതിൻ്റെ ഇമേജസ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ ഇതേ ഇമേജ് ഫോർമേഷൻ റേ ഡയഗ്രാം യൂസ് ചെയ്ത് എങ്ങനെ വരയ്ക്കാമെന്നും പഠിക്കാം. നമ്മുടെ ക്ലാസ്സുകൾ ആർക്കെങ്കിലും ഓൺലൈൻ ട്യൂഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് ആദ്യമായി എന്താണ് സ്പെറിക്കൽ ലെൻസസ് എന്ന് നോക്കാം. 2 സ്പെറിക്കൽ സർഫസസാൽ ബൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ട്രാൻസ്പാരന്റ് ഒപ്റ്റിക്കൽ മീഡിയം നമുക്ക് എന്ത് പറയാം? ലെൻസസ് എന്ന് പറയാം. 2 ടൈപ്സ് ഓഫ് ലെൻസസ് ആണ് നമ്മളിവിടെ പ്രധാനമായും പഠിക്കുന്നത്. ഒന്ന് കോൺവെക്സ് ലെൻസ്. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇതൊരു കൺവേർജിങ് ലെൻസ് ആണ്. ഇനി രണ്ടാമത്തെ എന്താ? കോൺകേവ് ലെൻസ്. ഇതൊരു ഡൈവേർജിങ് ലെൻസ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കാം. നോക്കൂ, ഇതാണ് ഒരു കോൺവെക്സ് ലെൻസ്. ഇത് കാണാൻ പറ്റുന്നില്ലേ? ഇതാണ് ഒരു കോൺവെക്സ് ലെൻസ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ നടുക്ക് തിക്കായിരിക്കും. ഇതിന്റെ എഡ്ജസ് എങ്ങനെയായിരിക്കും? തിന്നായിരിക്കും. പിന്നെ ഇതിലൊരു ലൈറ്റ് റേസ് വന്നു കഴിഞ്ഞാൽ അത് ലൈറ്റ് റേസ് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ കൺവേർജിങ് ലെൻസ് എന്ന് പഠിക്കുന്നത്. ഇതുപോലെ നമ്മൾ കൺവേർജിങ് മിറർ പഠിച്ചായിരുന്നു. അതൊരു കോൺകേവ് മിറർ ആയിരുന്നു അല്ലെ? ഇതൊരു കോൺകേവ് ലെൻസ് ആണ്. ഡിഫറൻസ് കണ്ടില്ലേ? ഞാനിപ്പോൾ ചെറുതായല്ലേ. ഇതൊരു കോൺകേവ് ലെൻസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ നടുക്ക് തിന്നായിരിക്കും. എഡ്ജസ് എന്താണ്? ബിഗ് ആണ്. എഡ്ജസ് ബിഗും നടുക്ക് തിന്നുമായിരിക്കും. ഇതൊരു ഡൈവേർജിങ് ലെൻസ് ആണ്. ഓക്കെ, ഡൈവേർജിങ് മിറർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? കോൺവെക്സ് മിറർ ഈസ് എ ഡൈവേർജിങ് മിറർ ആണ്. 2 തരത്തിലുള്ള ലെൻസ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഒന്ന് കോൺവെക്സ്, ഞാൻ ബിഗായല്ലേ ലെൻസ്. ഇത് കോൺകേവ് ലെൻസ്. ഇനി നമുക്ക് ഈ 2 ലെൻസസിൻ്റെയും പ്രധാന ഭാഗങ്ങൾ ഒന്ന് വരച്ചു നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഇമേജ് ഫോർമേഷൻ ഒരു സിമുലേഷനിലൂടെ നോക്കാം. തുടർന്ന് നമുക്ക് ഇതിൻ്റെ റേ ഡയഗ്രാമും വരയ്ക്കാം. നമുക്കിനി സ്പെറിക്കൽ ലെൻസസിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സ്പെറിക്കൽ ലെൻസസും നമുക്ക് നോക്കാം. ഒന്ന് കോൺവെക്സ് ലെൻസ്. ഇതെന്താ? കോൺകേവ് ലെൻസ്. ഇനി കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്ത് ലെൻസാണ്? അതൊരു കൺവേർജിങ് ലെൻസ് ആണ് അല്ലെ? കൺവേർജിങ് ലെൻസ്. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഈ ലെൻസിൻ്റെ സെൻറ്റർ നമുക്ക് O എന്ന് പറയാം. ഒപ്റ്റിക്കൽ സെൻറ്റർ. ഇതാണ് ഒപ്റ്റിക്കൽ സെൻറ്റർ. ഇനി ഇതൊരു ഇമാജിനറി സ്പിയർ ആണല്ലേ? അപ്പോൾ ഇമാജിനറി സ്പിയറിൻ്റെ സെൻറ്റേഴ്സിന് നമ്മൾ എന്താ പറയുക? സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ അതിനെ നമുക്ക് ഇത് 2 പാർട്ടായതുകൊണ്ട് നമുക്കിതിനെ 2F1, ഇതിനെ 2F2 എന്നും കൊടുക്കാം. ഇതാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇതിനെ നമ്മൾ കോൺകേവ് ലെൻസിൽ വരുമ്പോൾ എങ്ങനെയാണ്? നോക്കൂ, ഇതിൻ്റെ സെൻറ്റർ പാർട്ടിനെ നമ്മൾ എന്താ പറഞ്ഞത്? O അല്ലേ? ഒപ്റ്റിക്കൽ സെൻറ്റർ. പിന്നെ ഇതിന് സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. അത് 2F1, 2F2. നമുക്ക് ഈ സെൻറ്റർ ഓഫ് കർവേച്ചറും ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെയും കടന്നു പോകുന്ന ഇമാജിനറി ലൈൻ, ഇതിനെന്ത് പറയാം? പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും. ഈ റെഡ് ലൈൻ എന്ന് വെച്ചാൽ പോകുന്നുണ്ടല്ലേ, സെൻറ്റർ ഓഫ് കർവേച്ചറിന് ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ പോകുന്ന ഈ ഇമാജിനറി ആക്സിസ് അല്ലെ? ഇതിനെ നമുക്ക്
പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും. അപ്പോൾ 3 കാര്യങ്ങളാണ് പഠിച്ചപ്പോൾ ഒപ്റ്റിക്കൽ സെൻറ്റർ, സെൻറ്റർ ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി നമ്മൾ ഈ റേസ് നോക്കൂ, ഇത് കോൺവെക്സ് ലെൻസിലെ റേസ് ആണ്. ഈ റേസ് പോയിട്ട് എവിടെ വരുന്നുണ്ട്, ഒരു പ്രത്യേക പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് മീറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഈ മീറ്റിംഗ് പോയിന്റിനെ ഇത് F2 എന്നും ഇത് F1 എന്ന് പറയാം. ഇതിനെ എന്ത് പറയാം നമുക്ക്, പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലേ. പ്രിൻസിപ്പൽ ഫോക്കസ് എവിടെയാണെങ്കിൽ എങ്ങനെയാണ്, F1 ഇവിടെ, F2 ഇവിടെ. ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. കോൺവെക്സ് ലെൻസിൻ്റെ മിഡിൽ പാർട്ട് എന്താണ്, മിഡിൽ പാർട്ടിന് ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് പറയാം. ഇത് മിഡിൽ തിക്കും ആയിരിക്കും, എഡ്ജസ് എന്താണ്, തിന്നും ആയിരിക്കും അല്ലേ, എഡ്ജസ് തിന്നും ആയിരിക്കും. ഈ ഒപ്റ്റിക്കൽ സെൻറ്റർ പാർട്ടിനെ നമുക്ക് കോൺകേവ് ലെൻസസിലാണെങ്കിൽ എന്താണ്, തിന്നായിരിക്കും. എഡ്ജസ് എന്താണ്, തിക്കായിരിക്കും. കോൺകേവ് ലെൻസസിനെ നമുക്ക് ഡൈവേർജിങ് ലെൻസ് എന്ന് പറയാം. കോൺവെക്സ് ലെൻസിനെ കൺവേർജിങ് ലെൻസ് എന്നും പറയാം. അപ്പോൾ ഈ 4 പാർട്ടുകളും ക്ലിയർ അല്ലേ. ഇനി നമുക്ക് ലെൻസസിൻ്റെ ഇമേജ് ഫോർമേഷൻ ഒരു സിമുലേഷനിലൂടെ നോക്കാം. നമുക്കിനി ഇമേജ് ഫോർമേഷൻ ഓഫ് ദി സ്പെറിക്കൽ ലെൻസസ് നോക്കാം. ആദ്യം നമുക്ക് കോൺവെക്സ് ലെൻസസിൻ്റെ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്, പൊസിഷൻ ഓഫ് ഇമേജ്, റിലേറ്റീവ് സൈസ്, നേച്ചർ ഓഫ് ഇമേജ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കേസ് 1 എന്താണ്, ഒബ്ജക്റ്റ് എവിടെ വെച്ചിരിക്കുന്നത്, ഇൻഫിനിറ്റിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും, ഇമേജിൻ്റെ അറ്റ് F2 എന്ന് വെച്ചാൽ ഫോക്കസിലാണ്. F2 എന്ന് പറഞ്ഞ ഫോക്കസിലാണ് അതിൻ്റെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ഹൈലി ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും, പോയിന്റ് സൈസ് ആയിരിക്കും, പിന്നെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇപ്പോൾ സൺലൈറ്റ് നമ്മൾ ഒരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബേൺ ചെയ്യുന്ന കണ്ടീഷൻ. ഓക്കെ, ഹൈലി ഡിമിനിഷ്ഡും പോയിന്റ് സൈസും ആയിരിക്കും, പിന്നെ അതിൻ്റെ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഫോക്കസിലായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ നിന്ന് വരികയാണ്. നോക്കൂ, അപ്പോൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി എന്ന് വരുമ്പോൾ അതിൻ്റെ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നത്, ഇതാണല്ലേ, F2 എന്ന് പറയുന്ന പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. അത് ഇമേജ് എങ്ങനെയായിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്, പോയിന്റ് സൈസ്ഡ് ആണ്, പിന്നെ ഹൈലി ഡിമിനിഷ്ഡും ആണ്. നെക്സ്റ്റ് എന്താണ്, നമ്മുടെ ഒബ്ജക്റ്റ് ബിയോണ്ട് 2F1ലേക്ക് വരികയാണ്. അപ്പം നമുക്ക് ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്, F2നും 2F2നും ബിറ്റ്വീൻ ആയിട്ട് വരും. ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും, പിന്നെ നേച്ചർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മുടെ ഇമേജിനെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഏകദേശം 2F1ലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് ഇമേജ് നോക്കുക, ഇമേജ് എന്തായി, ബിറ്റ്വീൻ 2F2 ആൻഡ് F2ലേക്ക് വന്നു അല്ലേ. F2ൻ്റെയും 2F2ൻ്റെയും ബിറ്റ്വീനിലേക്ക് വരികയാണ്, അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇമേജ് എന്താണ്, ഡിമിനിഷ്ഡ് തന്നെയാണ് അല്ലേ, പിന്നെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഇതിന് നമുക്ക് കേസ് 3 നോക്കാം. കേസ് 3 കേട്ടോ. അപ്പോൾ അവിടെ ഒബ്ജക്റ്റ് എവിടെ വെച്ചിരിക്കുന്നത്, 2F1 വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊസിഷൻ ഓഫ് ഇമേജ് എവിടെയാണ്, 2F2 തന്നെയാണ്. ഓക്കെ, 2F2ലേക്ക് വന്നു. ഇതിൻ്റെ ഇമേജിൻ്റെ സൈസ് നോക്കൂ, സെയിം സൈസും ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡും ആണ്. അപ്പോൾ 2F1ലേക്ക് തന്നെ അത് വെച്ച് 2F1ൽ വെച്ച ഒബ്ജക്റ്റിൻ്റെ റിസൾട്ടിങ് ഇമേജ് എവിടെ വന്ന്, 2F2ൽ വന്നു. നമ്മൾ ഇമേജ് നോക്ക്, 2F2ലേക്ക് കൊണ്ടുപോകുമ്പോൾ നോക്കൂ, ഇമേജിൻ്റെ റിസൾട്ട് എവിടെ കിട്ടി, 2F2ൽ കിട്ടി. 2F1ലേക്ക് വന്ന ഒബ്ജക്റ്റിൻ്റെ റിസൾട്ട് എവിടെ വന്ന്, 2F2ൽ കിട്ടി. ഏകദേശം സെയിം സൈസ് തന്നെയാണ്. നോക്കൂ, ഇമേജിൻ്റെ റിസൾട്ട് കണ്ടില്ലേ, സെയിം സൈസ് ഇമേജ് തന്നെ നമുക്ക് കിട്ടി. ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസ് തന്നെയാണ് ഇമേജിനും കിട്ടിയത്, പിന്നെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഇനി കേസ് 4 എവിടെ വെച്ചിരിക്കുന്നത്, ബിറ്റ്വീൻ F1 ആൻഡ് 2F1ലേക്ക് വെച്ചു. ബിറ്റ്വീൻ F1 ആൻഡ് 2F1, അപ്പോൾ നമുക്ക് ബിയോണ്ട് 2F2ൽ കിട്ടും. ഇമേജ് എൻലാർജ്ഡ് ആയി, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് തന്നെയാണ്. ഒബ്ജക്റ്റിനെ ബിറ്റ്വീൻ 2F1 ആൻഡ് F1ലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നോക്കൂ, ഇമേജിൻ്റെ അവസ്ഥ നോക്കിയേ, എൻലാർജ്ഡ് ആയി അല്ലേ, എൻലാർജ്ഡും ആയി, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് തന്നെയാണ്.
ഇമേജ് എൻലാർജ് ചെയ്ത് കിട്ടി. കേസ് 5 അല്ലേ, നമ്മൾ ഫോക്കസ് എന്ന് പറഞ്ഞ F1 ഫോക്കസിലേക്ക് കൊണ്ടുവന്നായിരിക്കും. അറ്റ് ഫോക്കസ് F1ലേക്ക് കൊണ്ടുവന്നു. നമുക്ക് ഈ ഇമേജ് എവിടെയാണ്, ഇൻഫിനിറ്റിയിലാണ് കിട്ടുന്നത്. ഇമേജ് ഫോം ചെയ്യുന്നില്ല. ഇമേജ് വുഡ് നോട്ട് ബി ഫോംഡ്. നമ്മുടെ ഇമേജ് കറക്റ്റ് F1ലേക്ക് കൊണ്ടുവരാം. കണ്ടോ, F1 വെച്ചു, എവിടെ ഇമേജ് കാണുന്നില്ല അല്ലേ. ഓക്കെ, അറ്റ് ഇൻഫിനിറ്റിയിലേക്ക് പോയി ഇമേജ്. അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. 6th കേസ് നോക്കാം. ഇനി നമുക്ക് 6th കേസ് നോക്കാം. കേസ് 6 എവിടെ വെച്ചിരിക്കുന്നത്, ബിറ്റ്വീൻ F1 ആൻഡ് ഒപ്റ്റിക്കൽ സെൻറ്റർ. ഒപ്റ്റിക്കൽ സെൻറ്ററിൻ്റെയും അതുപോലെ F1ൻ്റെയും ബിറ്റ്വീനിൽ വെച്ചപ്പോൾ നമുക്ക് എവിടെയാണ് നമുക്ക് ഒബ്ജക്റ്റ് കിട്ടുന്നത്, നമുക്ക് ഒബ്ജക്റ്റ് സെയിം സൈഡിൽ തന്നെ കിട്ടും, എൻലാർജ്ഡ് ആയിരിക്കും. പിന്നെ ഇമേജ് എന്താണ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു കേസിൽ മാത്രമാണ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് വരുന്നത്. ഈ ഇമേജ് F1 നിന്ന് എവിടെ കൊണ്ടുവരാം, ബിറ്റ്വീൻ F1 ആൻഡ് Oയിലേക്ക് കൊണ്ടുവരാം, ഒപ്റ്റിക്കൽ സെൻറ്ററിലേക്ക്. അപ്പോൾ നമുക്കൊരു വെർച്വൽ ഇമേജ് ഫോം ചെയ്തല്ലേ, അതും എൻലാർജ് ചെയ്തിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ദ സെയിം സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റിൻ്റെ സെയിം സൈഡിൽ തന്നെ ഫോം ചെയ്തു. ക്ലിയർ അല്ലേ 6 കേസസും? നമുക്കിനി കോൺകേവ് ലെൻസസിൻ്റെ നോക്കാം. കോൺകേവ് ലെൻസസിൻ്റെ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്, പൊസിഷൻ ഓഫ് ഇമേജ്, റിലേറ്റീവ് സൈസ് ആൻഡ് നേച്ചർ ഓഫ് ഇമേജ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇത് ഇൻഫിനിറ്റിയിലാണ് എന്ത് വയ്ക്കുന്നത്, ഒബ്ജക്റ്റ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ എവിടെ കിട്ടുന്നത്, മറ്റേ F1ലാണ് കിട്ടുന്നത്. മറ്റേ ഫോക്കസ് F1, മറ്റേത് F2ലായിരുന്നു. കോൺവെക്സ് വെച്ചപ്പോൾ ഇത് F1ലാണ് കിട്ടുന്നത്. ഹൈലി ഡിമിനിഷ്ഡ് ആൻഡ് പോയിന്റ് സൈസ് ആണ്. ഇവിടുത്തെ ഇമേജിൻ്റെ നേച്ചർ നോക്കൂ, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ കേസ് എങ്ങനെയാണ്, ഇത് ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസ് എന്താ, ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക്കൽ സെൻറ്റർ കൊണ്ടുവരികയാണ്, കുറച്ചുകൂടി അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് ബിറ്റ്വീൻ ഫോക്കസ് F1 ആൻഡ് ഒപ്റ്റിക്കൽ സെൻറ്ററിൽ അതിൻ്റെ ഇമേജ് ഫോം ചെയ്യും. ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും, വെർച്വൽ ആൻഡ് ഇറക്റ്റ് തന്നെയാണ്. കണ്ടില്ലേ, ഇമേജ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. നമുക്കത് നോക്കാം അല്ലേ. നമ്മൾ ആദ്യത്തെ കേസിൽ, കോൺകേവ് ലെൻസിലെ ആദ്യത്തെ കേസിൽ നമ്മൾ ഇമേജ് ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ നമുക്കൊരു വെർച്വൽ ഇമേജ് ഇവിടെ ഡിമിനിഷ്ഡ് ഇമേജ് ഫോം ചെയ്തു, ഇവിടെ F1ൽ ഫോം ചെയ്തു അല്ലേ. നോക്കൂ, അത് വെർച്വലും ആണ്, എന്താണ്, ഇറക്റ്റും ആണ്. കണ്ടില്ലേ. കേസ് 2 നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒപ്റ്റിക്കൽ സെൻറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇമേജ് എങ്ങോട്ട് മൂവ് ചെയ്യണം, ഓക്കെ, ബിറ്റ്വീൻ F1 to O അല്ലേ, ഒപ്റ്റിക്കൽ സെൻറ്ററിലേക്ക് പോകുന്നുണ്ട്. ഇമേജ് ഡിമിനിഷ്ഡ് തന്നെയാണ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ് തന്നെയാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ 6 കേസും കോൺകേവ് ലെൻസസിൻ്റെ 2 കേസും മനസ്സിലായില്ലേ. നമുക്കിനി ഒരു സീസോ ട്രിക്കിലൂടെ കോൺവെക്സ് ലെൻസസിൻ്റെ ഇമേജ് ഫോർമേഷൻ ഒന്ന് പഠിച്ചാലോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇത് നമ്മുടെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യാൻ. ഓക്കെ, ഫസ്റ്റ് കേസ് എന്തായിരുന്നു, കേസ് 1. നമ്മൾ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വയ്ക്കുകയാണ്. അപ്പം ഇതൊരു സീസോ ആണ്. ഓക്കെ, നമ്മളെല്ലാവരും സീസോയിൽ ഇരുന്നിട്ടില്ലേ. ഈ സീസോയിൽ നമ്മൾ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെ കിട്ടി, നമുക്ക് നമ്മുടെ ഇമേജ് F2ൽ കിട്ടിയല്ലേ. F2 എവിടെയാണ്, ഫോക്കസ്ഡ് ആണോ, ഹൈലി ഡിമിനിഷ്ഡ് ആൻഡ് പോയിന്റ് സൈസ്ഡ് ഇമേജ് കിട്ടി, F2ൽ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ കേസ് എവിടെ, ബിയോണ്ട് 2F1ൽ വയ്ക്കുകയാണ്. ബിയോണ്ട് 2F1. അപ്പോൾ നമുക്ക് ഇമേജ് എവിടെയാണ്, ബിറ്റ്വീൻ കിട്ടിയല്ലേ, ബിറ്റ്വീൻ 2F2 ആൻഡ് F2. F2ൻ്റെ ഇവിടെ കിട്ടി. നോക്കൂ, ഇനി നമ്മൾ മൂന്നാമത്തെ കേസ് എന്തായിരുന്നു, 2F1ൽ വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇമേജ് എവിടെ കിട്ടി, 2F2. കാരണം രണ്ടുപേരും സെയിം വെയിറ്റ് ഉള്ള ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ സെയിം സൈസാണ് കിട്ടിയത്. നോക്കൂ, സെയിം സൈസിലുള്ള ഇമേജ് കിട്ടി, ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസിലുള്ള ഇമേജ് എവിടെ കിട്ടി, 2F2ൽ കിട്ടി. ഇനി നമ്മൾ അടുത്ത എവിടെ വയ്ക്കുന്നത്, 2F1ഉം F1ഉം ബിറ്റ്വീൻ വയ്ക്കുകയാണ്. ഓക്കെ, ഇത് ഇവിടെയാണ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയത് എൻലാർജ്ഡ് ഇമേജ് ആണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കുറച്ച് വലിയ മനുഷ്യനാണ്. ഓക്കെ, അതെവിടെ കിട്ടി, ബിയോണ്ട് ആണ്, ബിയോണ്ട് 2F2. ക്ലിയർ അല്ലേ. അപ്പം 4 കേസും ക്ലിയർ അല്ലേ. ഇനി നമുക്ക് കിട്ടാത്തൊരു കേസ് ഇതാണ് F1. ഓക്കെ, F1ൽ വയ്ക്കുകയാണ്,
ഫിഫ്ത്ത് കേസ് നമുക്ക് ഇമേജ് ഇൻഫിനിറ്റിയിലായിരിക്കും. 6 കേസ് നോക്കാം. 6 കേസ് എവിടെയാണ്? F1നും Oയ്ക്കും ബിറ്റ്വീൻ വെച്ചു നമുക്ക് ഇമേജ് സെയിം സൈഡിൽ തന്നെ കിട്ടി. ഓക്കെ, ആള് തെറിച്ചു വന്നു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, പെർ സൈഡിലേക്ക് വന്നു. അതും എൻലാർജ്ഡ് ഇമേജ്, വിർച്വൽ ആൻഡ് എറക്റ്റ് ഇമേജ് നമുക്ക് കിട്ടും. ഓക്കെ, ബാക്കി എല്ലാ കേസും എന്താണ്? ഈ ഭാഗത്ത് വരുന്ന എല്ലാവരും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഇപ്പുറത്താണ് ഇമേജ് വരുന്നതെങ്കിൽ അത് വെർച്വൽ ആൻഡ് എറക്റ്റ് ആണ്. ഒരു റേ ഡയഗ്രാം ഈ കേസസിൻ്റെ എല്ലാം വരച്ച് നോക്കാം. അതിനു മുന്നേ ഒരു 3 ഗോൾഡൻ റൂൾസ് എങ്ങനെ റേ ഡയഗ്രാം വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്കിനി ലെൻസസിൻ്റെ ഇമേജ് ഫോർമേഷൻ റേ ഡയഗ്രാം യൂസ് ചെയ്ത് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അതിനായി നമുക്ക് ആദ്യം 3 ഗോൾഡൻ റൂൾസ് നോക്കാം. ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്തടയാളപ്പെടുന്നത്? O അല്ലേ? എന്താണ്? ഒപ്റ്റിക്കൽ സെൻറ്റർ. പിന്നെ നമുക്കൊരു ഇവിടെ F2, ഇവിടെ F1. ഓക്കെ, നമ്മളിതൊരു പ്രിൻസിപ്പൽ ആക്സിസ് ആണല്ലേ, ഇതൊരു ഇമാജിനറി ലൈനാണ്. അത് എങ്ങനെയാണ് കടന്നു പോകുന്നത്? സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയും ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെയും കടന്നു പോകുന്ന ഇമാജിനറി ആക്സിസ് ആണിത്. ഓക്കെ, ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടൊരു റേസ് വരികയാണെങ്കിൽ അത് റിഫ്രാക്ഷന് ശേഷം ഏതിലൂടെയാണ് കടന്നു പോവുക? പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ. അപ്പോൾ ഫസ്റ്റ് റൂൾ എന്താണ് പറയുന്നത്? ഒരു പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന പാരലൽ ലൈറ്റ് റേസ് ഏതിലൂടെയാണ് കടന്നു പോവുക? ഫോക്കസിലൂടെ. പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ആയിരിക്കും പാരലൽ ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം കടന്നു പോവുക. ഇതാണ് റൂൾ നമ്പർ 1. ഓക്കെ, തന്നെ കോൺ O, ദിസ് ഈസ് F2, ദിസ് ഈസ് F1. കണ്ടോ? ഒരു ഇമാജിനറി ലൈൻ പോകുന്നത് ഏതിൽ കൂടെ ആയിരിക്കും? പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇതിലൂടെ പോവുക? ഫോക്കസിലൂടെ. ക്ലിയർ അല്ലേ? ഇനി റൂൾ നമ്പർ 2 എന്താണ്? ഇത് O, ദിസ് ഈസ് F1, ഇത് F2 അല്ലേ? അപ്പോൾ ഒരു റേ ഫോക്കസിലൂടെയാണ് കടന്നു വരുന്നതെങ്കിൽ റിഫ്രാക്ഷൻ ശേഷം അത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് പാസ് ചെയ്യും. ഓക്കെ, ഫോക്കസിലൂടെ വരുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് എന്ത് ചെയ്യും? പാരലലായിട്ട് മൂവ് ചെയ്യും. ഓക്കെ, തന്നെ നമുക്ക് കോൺകേവ് ലെൻസിൽ നോക്കാം. O, ദിസ് ഈസ് F1, F2. കണ്ടോ? ഫോക്കസിലൂടെ വരുന്ന ഒരു റേ റിഫ്രാക്ഷൻ ശേഷം പാരലലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് പോകുന്നു. റൂൾ നമ്പർ 2 ക്ലിയർ അല്ലേ? ഇനി റൂൾ നമ്പർ 3 നോക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇതൊരു ഒപ്റ്റിക്കൽ സെൻറ്റർ ആണ്. F1, F2. ഒപ്റ്റിക്കൽ സെൻറ്റർ F1, F2. ഒരു റേ ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ കടന്നു പോകുമ്പോൾ അത് വേറൊരു ഡീവിയേഷനും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സഞ്ചരിക്കും. കണ്ടില്ലേ? നോ ഡീവിയേഷൻ. അങ്ങനെ ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ തന്നെ പോകും. ക്ലിയർ അല്ലേ? ഇതാണ് റൂൾ നമ്പർ 3. ഈ 3 റൂളും അറിയാമെങ്കിൽ നമുക്ക് റേ ഡയഗ്രാം വരയ്ക്കാൻ ഈസിയാണ്. ഈ റൂൾസ് എല്ലാം ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്കിനി എന്ത് ചെയ്യാം? കോൺവെക്സ്, കോൺകേവ് ലെൻസസിൻ്റെ ഇമേജ് ഫോർമേഷൻ റേ ഡയഗ്രാം യൂസ് ചെയ്ത് നോക്കാം. റെഡി അല്ലേ? കോൺവെക്സ് ലെൻസിൻ്റെ ഫസ്റ്റ് കേസ് നോക്കാം. ഓക്കെ, കേസ് 1. ഫസ്റ്റ് ഒപ്റ്റിക്കൽ സെൻറ്റർ O മാർക്ക് ചെയ്യുക. പിന്നെ ഫോക്കസ് 1. ഓക്കെ, സെൻറ്റർ ഓഫ് കർവേച്ചർ ഫോക്കസ് 2, പിന്നെ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ അല്ലേ? ഇനി നമ്മളൊരു ഇൻഫിനിറ്റി അല്ലെ, ഫസ്റ്റ് കേസ് എന്താണ്? ഇൻഫിനിറ്റി എന്നൊരു റേ വരികയാണ്. ഓക്കെ,
പാരലൽ റേസ് അല്ലേ, പ്രിൻസിപ്പൽ ആക്സിന് പാരലായി വരുന്ന റേസ് ഏതിൽ കൂടെ കടന്നു പോവാം, പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ. അപ്പം നമുക്ക് ഇവിടെ F2 എവിടെ കിട്ടി, ഇമേജ് കിട്ടി. ഇതാണ് ഫസ്റ്റ് കേസ്. കേസ് 2 എന്താണ്, ബിയോണ്ട് 2F1 എന്നുള്ള ഒബ്ജക്റ്റ് ഉള്ളത്. ഒപ്റ്റിക്കൽ സെൻറ്റർ O F1 2F1 F2 2F2 അല്ലേ. അപ്പോൾ ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിന് പാരലായി വന്ന ഏതിലൂടെ പോവും, ഫോക്കസിലൂടെ കടന്നു പോവും. ഒരു റേ ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ പോകുമ്പോൾ യാതൊരു ഡീവിയേഷനും ഇല്ലാതെ പോവും. നമുക്ക് ഇമേജ് എവിടെയാണ് കിട്ടിയത്, ബിറ്റ്വീൻ F2 ആൻഡ് 2F. അടുത്ത കേസ് നോക്കുക, കേസ് 3 കേട്ടോ. ഇവിടെ ഇമേജ് എവിടെ വയ്ക്കുന്നത്, എക്സാക്ട്ലി ആയിട്ട് 2F1. അപ്പം ഒപ്റ്റിക്കൽ സെൻറ്റർ O F1 2F1 F2 2F2. അപ്പം നമുക്ക് ഇതിൻ്റെ ഇമേജ് എവിടെയാണ്, ആദ്യം ഒരു ലൈറ്റ് റേ പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിന് പാരലായി പോകുന്നു, അത് ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ പോകുന്ന റേ യാതൊരു ഡീവിയേഷനില്ല പോകുന്നു. നമുക്ക് ഇമേജ് 2F2 ഫോം ചെയ്യുന്നുണ്ട്. ഇത് സെയിം സൈസ് ആയിരിക്കും. പിന്നെന്താ, ഇൻവേർട്ടഡ് ആൻഡ് റിയൽ. കേസ് നമ്പർ 4 എവിടെയാണ്, ബിറ്റ്വീൻ 2F1 ആൻഡ് F1. ഇത് 2F1 F1 is O and F2 2F2. ഓക്കെ, ഒരു ലൈറ്റ് റേ പാരലൽ ആയിട്ട് വരികയാണ് പ്രിൻസിപ്പൽ ആക്സ്, അത് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ പോകുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് യാതൊരു ഡീവിയേഷനും ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ തന്നെ പോകണം. നമുക്ക് ഇമേജ് എവിടെയാണ് കിട്ടുക, ബിയോണ്ട് 2F2. അതെങ്ങനെയുള്ള ഇമേജ് ആയിരിക്കും, എൻലാർജ്ഡ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഇനി നമുക്ക് കേസ് 5 നോക്കാം. കേസ് 5 ഒപ്റ്റിക്കൽ സെൻറ്റർ F1 2F1 F2 2F2. പ്രിൻസിപ്പൽ ആക്സിസ് പാരലായി വരുന്ന റേ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. ഈ കേസിൽ എന്താണ്, ഫോക്കസിലാണ് എന്തുള്ളത്, ഒബ്ജക്റ്റ് ഉള്ളത്. അപ്പോൾ ഇമേജ് എപ്പോഴും എവിടെ ആയിരിക്കും, ഇൻഫിനിറ്റിയിലായിരിക്കും. ഇമേജ് നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്നില്ല. കേസ് 6 ഒബ്ജക്റ്റ് എവിടെയാണ്, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F1 ആൻഡ് O, ഒപ്റ്റിക്കൽ സെൻറ്റർ. ഇതാണ് O F1 2F1 F2 2F2. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിന് പാരലായി വരുന്ന റേസ് ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകണു. നമുക്ക് ഇവിടെ കിട്ടുന്നത് സെയിം സൈഡിൽ തന്നെയാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്. അതൊരു വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. ഇനി കോൺകേവ് ലെൻസസിൻ്റെ ഇമേജ് ഫോർമേഷൻ റേ ഡയഗ്രാം യൂസ് ചെയ്ത് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. കേസ് 1 ഇവിടെ ഇൻഫിനിറ്റിയിലാണ്, ഇൻഫിനിറ്റി എന്ന് വരുന്നു. റിഫ്രാക്ഷൻ ശേഷം ഡൈവേർജ് ചെയ്ത് പോകണം. ദിസ് ഈസ് O, ദിസ് ഈസ് F1 ആൻഡ് 2F1 F2 2F2. ഓക്കെ, ഇൻഫിനിറ്റീവ് ഇത് എവിടെ വരും, നമുക്ക് F1 കിട്ടും അല്ലെ. ഇമേജ് എങ്ങനെയായിരിക്കും, വെർച്വൽ ഇറക്റ്റ് പോയിന്റ് സൈസ്ഡ് ഡിമിനിഷ്ഡ് ഇമേജ്, ഡിമിനിഷ്ഡ്. ഇനി അടുത്ത കേസ് നോക്കാം. കേസ് 2 ഒരു ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിൻ്റെയും ഒപ്റ്റിക്കൽ സെൻറ്ററിൻ്റെയും ഇടയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുക. ദിസ് ഈസ് ഒപ്റ്റിക്കൽ സെൻറ്റർ, ദിസ് ഈസ് F1 2F1 F2 2F2.
പ്രിൻസിപ്പൽ ആക്സിൻ പാരലായി വരുന്നത് എല്ലാം ഡൈവേർജ് ചെയ്ത് പോകുന്നുണ്ട്, ഫോക്കസിലേക്ക് വരികയാണ്. ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ പോകുന്നത് ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ തന്നെ പോവുകയാണ്, സ്ട്രെയിറ്റ് ലൈനിൽ, ഡീവിയേഷൻ ഒന്നുമില്ല. നമുക്ക് ഇമേജ് F1ൻ്റെയും ഫോക്കസ് 1ൻ്റെയും ഒപ്റ്റിക്കൽ സെൻറ്ററിൻ്റെ ഇടയിലേക്ക് കിട്ടും. ഇമേജ് എപ്പോഴും വെർച്വൽ, ഇറക്റ്റ്, പിന്നെ ഡിമിനിഷ്ഡ് ആയിരിക്കും. കോൺവെക്സ് ലെൻസസിൻ്റെ 6 കേസും കോൺകേവ് ലെൻസസിൻ്റെ 2 കേസും റേ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാമെന്ന് കൃത്യമായി നോക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്യൂഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലെൻസ് അനാറ്റമിയും റേ ഡയഗ്രാമും ഇമേജ് ഫോർമേഷനും എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തന്നെ മാത്തമെറ്റിക്കൽ പാർട്ടായ ലെൻസ് ഫോർമുല, മാഗ്നിഫിക്കേഷൻ, സൈൻ കൺവെൻഷൻ, പിന്നെ പവർ ഓഫ് ദ ലെൻസസ് എന്നിവയുമായി കാണാം. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.